റിഫ്ലക്ഷൻസ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ എത്തിയത് ഇവിടെയാണ്. ഹോട്ടൽ ആദർശ് ഇൻ്റർനാഷണൽ. പേരിൽ ഇൻ്റർനാഷണൽ എന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിലാണ് റൂം കിട്ടിയത്. 969 രൂപ. അഗോഡയിൽ നിന്നാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. റിഫ്ലക്ഷൻസ് ഗസ്റ്റ് ഹൗസിനേക്കാൾ 176 രൂപ കൂടുതൽ മുടക്കിയാണ് ഞാനിവിടെ റൂം എടുത്തത്. 176 രൂപയ്ക്ക് ഫെസിലിറ്റീസിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എറ്റിൻസ് റോഡിലാണ്. ബോളിവുഡ് തീമിലുള്ള ഒരു റെസ്റ്റോറൻറ്റും ഇവർക്കുണ്ട്. ആമീർ ഖാൻ്റെ ഫോട്ടോ, ഷാരൂഖ് ഖാൻ്റെ ഫോട്ടോ, ഹിന്ദി മൂവീസിൻ്റെ പോസ്റ്റർ, ഹിന്ദി മൂവീസിലെ ഡയലോഗ്സ് ഇതെല്ലാം ഇവരുടെ ബോളിവുഡ് അഡ്ഡയിലുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ബോളിവുഡ് തീം. ഖാവോ പിയോ ഐഷ് കരോ ആണ് ഇവരുടെ ടാഗ് ലൈൻ എന്ന് തോന്നുന്നു. ഫുഡ് തേടി പുറത്തിറങ്ങേണ്ട, ഫുഡ് ഇവിടെ തന്നെ കിട്ടും. ഇനി റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് കിട്ടിയ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. റൂം നമ്പർ 102. റൂം കോമ്പാക്റ്റ് ആണ്. അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കിന് ക്യാഷും മുടക്കിയിട്ടുണ്ട്. റൂം മൊത്തം മൈക്കയാണ് ഒട്ടിച്ചേക്കുന്നത്. ഫാൾ സീലിംഗുമുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തെ ആ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ 4 റെക്റ്റാങ്കിൾ ബോക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 4 റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ആവശ്യമില്ലായിരുന്നു. 2 എണ്ണം മതിയായിരുന്നു. 2 എണ്ണവും നിഷാക്കണമായിരുന്നു. എന്നിട്ട് അതിലൊരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുക്കണമായിരുന്നു. ഈ 4 റെക്റ്റാങ്കിൾ പീസ് ഇപ്പോൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ക്രിയേറ്റിവിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആളല്ല. ഹെഡ് റെസ്റ്റിൻ്റെ ഭിത്തിയിലെ ഡിസൈൻ എനിക്ക് വർക്കായില്ല എന്നേ ഉള്ളൂ. റൂം കോമ്പാക്റ്റ് ആണെങ്കിലും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കോട്ട്, സൈഡ് ടേബിൾ, മിറർ, ടേബിൾ, TV അങ്ങനെയെല്ലാം ഉണ്ട്. ഇനി ബാത്റൂം കൂടെ കാണാം. ബാത്റൂം നീറ്റാണ്. വാഷ് ബേസിൻ, മിറർ എല്ലാം ഉണ്ട്. ബാത്റൂം സ്പേഷ്യസുമാണ്. 179 രൂപയ്ക്ക് അത്യാവശ്യം അപ്ഗ്രേഡ് കിട്ടിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചൂടുവെള്ളം രാവിലെ മാത്രമേ കിട്ടൂ. ഇവരുടെ റേറ്റ് കൂടിയ റൂമുകളിൽ 24 മണിക്കൂറും ഹോട്ട് വാട്ടർ കിട്ടും. ടവൽ പ്ലസ് സോപ്പ് കിട്ടും. ബ്രഷ് പ്ലസ് പേസ്റ്റ് ഒന്നും കിട്ടില്ല. ഇവരുടെ ഹോളിവുഡ് അഡ്ഡയിൽ നിന്ന് ഞാൻ റൊട്ടിയും പനീർ ബട്ടർ മസാലയും കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല. അതെങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. ഇവരുടെ റൊട്ടി ആൻഡ് പനീർ ബട്ടർ മസാല കോംബോയ്ക്ക് ഒരു 7.2 റേറ്റിംഗ് ഒക്കെ കൊടുക്കാം. ടേസ്റ്റി ആയിരുന്നു. ഇനി നൈറ്റിലെ എക്സ്പീരിയൻസ് പറയാം. റൂമിൽ വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. എനിക്ക് നന്നായി ഉറങ്ങാനും പറ്റി. വലിയ ബഹളമോ ഒച്ചപ്പാടോ ഒന്നും രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. സുഖനിദ്രയായിരുന്നു. ഇവിടെ ചെക്കൗട്ട് ടൈം 12 മണിയാണ്. ബാക്കിയുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് 1 മണിക്കൂർ കൂടുതൽ കിട്ടും. പിന്നെ 12 മണിയായാൽ ഇറങ്ങിയില്ലെങ്കിൽ പവർ കട്ട് ഓഫ് ആകും. ആരും വന്ന് 12 മണിയായി ചെക്കൗട്ട് ടൈമായി എന്നൊന്നും പറയില്ല. പവർ കട്ട് ഓഫ് ആകും. 12 മണിക്കുള്ളിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇരുട്ടത്ത് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് പാക്ക് ചെയ്തത്. ഞാൻ 1 മണിക്കൂർ കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേസി ആയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 12 മണിയായി എന്ന്. പിന്നെ ഇരുട്ടത്ത് ഡ്രസ്സെല്ലാം കൂടെ ബാഗിലേക്ക് എടുത്തിട്ടിട്ട് ചെക്കൗട്ട് ചെയ്തു.